പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷ സ്വന്തം തോളിന്മേലെടുത്ത് നമ്മളെ സ്വതന്ത്രരാക്കി. യേശു ക്രിസ്തുവിൽ നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു. നമ്മൾ സ്വതന്ത്രരാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ സ്വാതന്ത്ര്യം ലഭിച്ചവരാണ്. അതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത്? പാപത്തിൽ തുടരാതെ നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ച് നീതിയുടെ മക്കളായി ജീവിക്കാനുള്ള വിളിയാണ് ഓരോ ക്രിസ്ത്യാനിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ബലഹീനതയിൽ നാം പാപം ചെയ്തു പോകുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അവിടെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായെങ്കിൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങളുടെ പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാര ബലിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ബലഹീനതയിൽ നാം പാപം ചെയ്തു പോയേക്കാം. എങ്കിലും യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ നീതിമാനായ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പാപമോചനം ലഭിക്കുന്നു. അവിടുത്തെ തിരുരക്തത്തിലൂടെ, കുരിശുമരണത്തിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നു. ആകയാൽ മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നിത്യജീവൻ, നിത്യരക്ഷ സൗജന്യമായി നേടിത്തന്ന, സ്വയം ജീവൻ വെടിഞ്ഞ് കുരിശുമരണത്തിലൂടെ വേദന സഹിച്ച് നമ്മളെ രക്ഷിച്ച യേശു ക്രിസ്തുവിനോടുള്ള ഒരു നന്ദി, ഒരു ആരാധന നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരവും സജീവവും വിശുദ്ധവുമായ ബലിയായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ക്രൂശിതനായ ദൈവത്തെ ആരാധിക്കാം. പാപത്തെ വെറുത്തുപേക്ഷിക്കാം. പാപ സാഹചര്യങ്ങളിൽ നോടിയകലാം. പാപത്തിൽ വീണുപോയാൽ യേശുവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ നമുക്ക് വീണ്ടും എഴുന്നേറ്റ് വിശ്വാസത്തിൽ മുന്നേറാം. ഇതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകയാൽ ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് പാപപരിഹാരം ചെയ്യാം. പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്കായി യേശുവിനോട് യാചിക്കാം. യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. കുരിശിൻ്റെ ശക്തി നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ പാപച്ചങ്ങലകൾ തകർക്കട്ടെ. നമുക്കെല്ലാവർക്കും ക്രൂശിതനായ ദൈവത്തെ ആരാധിക്കാം. ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ക്രൂശിതനായ യേശുവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ ഞങ്ങളിലുള്ള പാപ സ്വഭാവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളിലുള്ള എല്ലാ തിന്മയുടെ ശക്തികളും നിർവീര്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ ഞങ്ങളെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തം ഞങ്ങളെ പൊതിയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളെ പൊതിയട്ടെ. യേശു നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കുരിശിലെ അങ്ങയുടെ ബലിയാൽ ഞങ്ങളെല്ലാവരും പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകട്ടെ. ആമേൻ. എല്ലാവർക്കും നോയമ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും യേശുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ വചനം മറ്റുള്ളവരുമായി പങ്കുവെച്ച് വചനശക്തിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.